ഹലോ ഗെയ്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്ഥലം വരെ പോവുകയാണെന്ന്. വേറെ എങ്ങോട്ടുമല്ല, ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് പല സംഭവങ്ങളും ഉണ്ടായി. അമ്പാടിയുടെ ബ്രേസ്ലെറ്റ് കളഞ്ഞു പോയി. അങ്ങനെ ഞാൻ തിരിച്ചൊക്കെ പോയി നോക്കി. എന്തായാലും വീട്ടിൽ കിടന്ന് കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം എത്തിയത് അമ്പാടി നല്ല സുഖം ഉറക്കമായിരുന്നു. ഇതാണ് കേട്ടോ അവളെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ. നമ്മൾ സർപ്രൈസായിട്ട് ചെന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ മാത്രമേ ഉള്ളൂയിരുന്നു. കൊച്ചു പഠിക്കാൻ പോയി. അമ്പാടി കൊച്ചാച്ചോണെന്ന് നോക്കിയപ്പം ദേവാട്ടിയുടെ വീട്ടിൽ. അങ്ങനെ അമ്പാടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ദേവുവിനെ മാത്രം കാണാൻ പറ്റില്ല. എന്നാലും അവ അതൊന്നും തിരക്കാൻ നിന്നില്ല. അവ അവിടെ കിടന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന ചെടികളും പൂക്കളും എല്ലാം പറിച്ച് കളിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ മൽബറി പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. അമ്പാടിക്ക് അത് വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല. പിന്നെ അവന് വേണ്ടി നമ്മളത് പറിച്ച് കഴുകിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൾ മൈലാഞ്ചി അരച്ചതിരിപ്പുണ്ടായിരുന്നു. അമ്മ ഇടുന്നത് കണ്ടപ്പോൾ എനിക്കും ഇടാൻ തോന്നി, ഞാനും ഇട്ടു. പിന്നെ അവൻ വീടിൻ്റെ സൈഡൊക്കെ ഓരോ സൈഡായിട്ട് പണികളൊക്കെ ചെയ്തു തുടങ്ങി. ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈയൊക്കെ പെട്ടെന്ന് കഴുകി, നല്ല ചുമന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ച് അതിനുശേഷം നമ്മൾ ദേവാട്ടിയെ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ദേവാട്ടി വരാറായി. അവൾ അമ്പാടിയെ ഒരു പ്രതീക്ഷയില്ലാതെ കണ്ടുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മളവിടെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് ദേവാട്ടീനെ നമ്മളെ തിരിച്ചു കൊണ്ടാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പാവം അവൾ വന്ന് നമ്മൾ കുറച്ച് നേരമല്ലേ നിന്നോളൂ, പെട്ടെന്ന് പോയി. അപ്പോൾ ഇനി ഒരു ദിവസം ദേവാട്ടി ഉള്ള സമയത്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത്രയേ ഉള്ളൂ. ചേച്ചാ.